ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചതോടെ അടുത്ത ഹജ്ജ് സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ സൗദി ആരംഭിച്ചു. 2025 ഹജ്ജിനുള്ള പ്രാഥമിക ക്രമീകരണങ്ങൾ സൗദി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബി പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ ഹജ്ജ് വിജയകരമാക്കുന്നതിൽ സഹകരിച്ചവർക്ക് മന്ത്രി നന്ദി പറഞ്ഞു. അടുത്ത ഹജ്ജുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളുടെ പ്രാഥമിക രൂപരേഖ സൗദി ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബി പ്രഖ്യാപിച്ചു. മക്കയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയം ആസ്ഥാനത്ത് നടന്ന ഖതമുഹു മിസ്ക് എന്ന പരിപാടിയിൽ വെച്ചാണ് മന്ത്രി പുതിയ പദ്ധതികളെക്കുറിച്ച് വിശദാംശങ്ങൾ നൽകിയത്. നുസുക് പാത്ത് പോലെ ഡിജിറ്റൽ മേഖലയിലെ നിരവധി പുതിയ പരിഷ്കാരങ്ങൾ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ വർഷം ആഭ്യന്തര മന്ത്രാലയവും ഹജ്ജ് ഉംറ മന്ത്രാലയവും നേതൃത്വം നൽകിയ പല പദ്ധതികളും വിജയം കണ്ടതായി ഡോക്ടർ തൗഫീഖ് അൽ റബി പറഞ്ഞു. അനുമതിയില്ലാതെ ഹജ്ജ് പാടില്ല എന്ന ക്യാമ്പയിനും നുസുക് കാർഡും അതിന് ഉദാഹരണങ്ങളാണ്. وفي هذا العام أطلقنا أحد أهم المبادرات بقيادة وزارة الداخلية ووزارة الحج والعمرة، وهي حملة لا حج بلا تصريح للحد من ظاهرة المخالفين في الحج، وقد حققت الحملة أهدافها بكل نجاح، حيث لم يردنا أي شكاوى منكم عن وجود حجاج مخالفين داخل مساكنكم أو مخيمات حجاجكم. ഹജ്ജ് സേവനം ചെയ്ത വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ ലിബിറ്റം അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ ഹജ്ജ് വിജയകരമാക്കുന്നതിൽ സഹകരിച്ചവർക്ക് നന്ദി പറഞ്ഞ ഡോക്ടർ തൗഫീഖ് അൽ റബി ഇതിന് നേതൃത്വം നൽകിയ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെയും അഭിനന്ദിച്ചു. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24.